എടാ നീ ഇവിടുന്ന് മാറി കിടക്ക്. അവസാനം എല്ലാവരും കൂടെ പറയും ആ പെണ്ണും പിള്ളകളെല്ലാം കൂടെ എന്നെ പുറത്താക്കിയെന്ന് പറയും. അത് സാരമില്ല, ലാലേട്ടൻ വന്നാലേ അറിയത്തോളന്ന് പിന്നെ ആദില പറയുമ്പം പറയുന്നു. നടിക്കല്ലേ ആദില, ഐ ഡോണ്ട് ലൈക്ക്. ലൈവിൽ ആദില, അനിമോള്, നൂറ, നിവിൻ, അക്ബർ ഇവർ ഇത്രയും കൂടെ അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. ഇവർ മൂന്ന് പേരൂടെ വന്ന് കിടക്കാൻ വന്നപ്പോൾ നിവിനും കൂടെ വന്ന് അവരുടെ കൂട്ടത്തിൽ വന്ന് കിടക്കുകയാണ്. അപ്പം നിവിൻ വരുന്ന കണ്ടുകൊണ്ട് അക്ബർ വരുവാണ്. അക്ബർ ചോദിക്കുന്നത് നിവിൻ എഴുന്നേറ്റ് വരുന്ന കണ്ടുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറയുന്നത്. എനിക്ക് ഉറക്കം വരുന്നു, മാറിക്കേന്ന് അനിമോൾ പറയുന്നു. അനിമോൾ പറയാം എണ്ണീച്ച് പോയേ. നിവിൻ പറയാം നിങ്ങളല്ലേ എന്നെ വിളിച്ചത് കൂടെ കിടക്കാൻ. ആര് വിളിച്ച്? അപ്പോൾ ആദിലെ വിളിച്ചതോ? നൂറ് പറയാം എണ്ണീച്ച് പോടാ, ഞങ്ങളുടെ പ്രൈവസി കളയാതെ. അക്ബർ ചോദിക്കുന്നു കൂടെ കിടക്കാൻ വന്നതാണോ നീ, കൊണ്ടാക്കാൻ വന്നതാണെന്ന് അനിമോൾ ചോദിക്കുന്നത് അക്ബറിനോട്. അല്ല, ഞാൻ ഇവൻ ഇങ്ങോട്ട് വരുന്ന കണ്ടുകൊണ്ട് ഞാൻ വന്നതാണ്, ഇവനെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയണമല്ലോ, ഞാൻ കൂടെ കിടക്കാനാണ് വന്നത്. അപ്പോൾ ആദില ചോദിക്കുന്നത് അപ്പോൾ അപ്പ വിളിച്ച് വരാൻ എന്തായിരുന്നു? നീ നോ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവരെ എല്ലാവരെയും കൂടെ വിളിച്ചതെന്ന്. അന്നേരം എന്നോട് ഇവൻ പറഞ്ഞത് ഞാനിനി എങ്ങനെ അവരുടെ കൂടെ പോയി കിടക്കുന്നത്, ഇനി ആ ഒരു നെഗറ്റീവ് പോകണ്ടെന്നാണ് അക്ബർ പറയുന്നത്. ഇതൊക്കെ പുറത്തു പോയാൽ ഭയങ്കര ബോറായിരിക്കും എന്നൊക്കെയാണ് അവൻ എന്നോട് പറഞ്ഞതെന്ന്. എന്നിട്ട് അക്ബർ പറയാം പിന്നെ ഇവൻ ആലോചിച്ച് എന്താണ് നാളെ പോവുകയാണെങ്കിലോ പിന്നെ ഇന്ന് കിടക്കുകയെങ്കിലും ചെയ്യാലോ എന്നൊക്കെ. അക്ബർ ഭയങ്കര ചിരി, എല്ലാവരും ഭയങ്കര ചിരി. ഇവിടെ ആ ഒരവസരം നമ്മൾ പാഴാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവനിപ്പോൾ വന്നതെന്ന് പറയുന്നു. എല്ലാവരെയും കൂടെ വിളിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് നീ പിന്നെ ഇല്ലാഞ്ഞപ്പോൾ ഞാൻ ആരെയും വിളിക്കാഞ്ഞത്. അപ്പോൾ എൻ്റെ ഉദ്ദേശം വേറെ ആയിരുന്നു, എല്ലാവരെയും മാറ്റിയിട്ട് ഞാൻ മാത്രം വരാമെന്നായിരുന്നു നിവിൻ പറയുന്നത്. നിവിൻ പറയാം എൻ്റെ വീട്ടിൽ മമ്മിയൊന്നും പറയത്തില്ല ഇങ്ങനെ വന്ന് കിടന്നൊന്നും പറഞ്ഞു. അപ്പോൾ അക്ബർ പറയാം നിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മമ്മിക്ക് അറിയായിരിക്കും, അതുകൊണ്ടാണ് പറയാത്തത്. നീ ഞങ്ങളുടെ നടുക്ക് കിടന്നോന്ന് അതില പറയുന്നത്. അപ്പം അക്ബർ വരുന്നോണ്ട് പറയാം ഇതാകുമ്പോൾ കുടുംബ പ്രേക്ഷകർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന്. അപ്പോൾ അനുമോട് പറയാം അതെ അതെ അതെ. എന്നിട്ട് നിവിൻ അവരുടെ മൂന്ന് പേരുടെയും കൂടെ ഇടയ്ക്ക് കയറി കിടന്നു. അപ്പോൾ എന്നിട്ട് ബ്ലാങ്കറ്റ് എടുത്തങ്ങ് പൂടി. അപ്പോൾ അക്ബർ ഇരുന്നുകൊണ്ട് പറയാണ് നിൻ്റെ രണ്ട് കൈ എടുത്ത് പുറത്തിടാ. അന്നേരം എല്ലാവരും കൂടെ ഭയങ്കര ചിരി. എന്നിട്ട് ബിഗ് ബോസിനോട് വിളിച്ചിട്ട് പറയാം ബിഗ് ബോസ് അവൻ്റെ കൈമേലെ ഒരു കണ്ണ് വേണേ. എന്നിട്ട് അപ്പം നിവിൻ എഴുന്നേറ്റ് വിട്ട് പറയാണ് ബിഗ് ബോസ് എൻ്റെ മേലെ ഒരു കണ്ണ് വേണേ. അന്നേരം അക്ബർ പറയാം നിൻ്റെ മേലെ ഒരു കണ്ണല്ല രണ്ട് കണ്ണും ബിഗ് ബോസ് വയ്ക്കുമെന്ന്. ഇവർ ആദ്യം പ്ലാൻ ചെയ്തത് എല്ലാവരും കൂടെ ഹാളിൽ വന്ന് കിടക്കാമെന്നായിരുന്നു. അപ്പോൾ അവർ നിവിനോട് ചോദിച്ചപ്പോൾ നിവിൻ പറഞ്ഞു ഇല്ല ഞാനില്ലെന്ന് പറഞ്ഞു. അപ്പം നിവിൻ അങ്ങ് ഒഴിഞ്ഞപ്പം ഇവർ വിചാരിച്ച് ഇനിയിപ്പോൾ ആരും വരത്തില്ല, എങ്കിൽ നമുക്ക് മൂന്നുപേർ കൂടെ കിടക്കാമെന്നുള്ള രീതിയിലാണ് അവർ മൂന്നുപേരുടെ വന്ന് കിടന്നത്. അവസാനമായപ്പോൾ നിവിൻ ഇവരുടെ കൂടെ വന്നു, ബാക്കി എല്ലാവരെയും ഒഴിവാക്കിയിട്ട്. ഇവർ വേറെ ഉള്ളവരൊന്നും വിളിച്ചതുമില്ല. അപ്പോൾ അടുത്തൊരു ലൈവായിട്ട് വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.